അപ്പച്ചൻ വന്ന മോളെ? ഇല്ല, എനിക്ക് അപ്പച്ചനെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇന്ന് മാമന്റെ മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയെന്ന് പറയാൻ മോളെ? മോക്കറിയോ? അപ്പച്ചന് മോക്കിടാ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടുവന്നിക്കണ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരറിയാന്ന് വിചാരിച്ചു വന്നതാണ്. അവന് ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളൂന്ന്. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. സാർ, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? ഇതൊരു വീടാണ്. ഓ, വീടാണല്ലേ? താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. അവൻ ഒരുത്തം കാണിച്ച പോക്കരത്തരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരെ നെട്ടോട്ട് ഓടുക, അറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടെ എത്തിയാലുടൻ ഞാൻ വിവരം തരുന്നതാണ് നല്ലത്. ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും. മനസ്സിലായല്ലോ? എവിടെയായാലും അധികകാലം അവന് മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇത്രയും കഴിവുള്ളവനെ എന്റെ കയ്യിൽ നാട്ടലിയാൻ വിളിക്കും. നീയാണ് അവിടുത്തെ നേതാവോ? മിസ്റ്റർ മാത്തൻ, ഇവരെ എന്റെ ഫ്രണ്ട്സാ. അങ്ങോട്ട് കിടക്കാം. എന്ത് പറ്റി ചേച്ചി? എന്തോ ഒരു തലയുട്ടല് പോലെ. അമ്മേ, ശിവൻകുട്ടി അവനെവിടെ പോയിരിക്കുക? എനിക്ക് അവനെ ഒന്ന് കാണണം. എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ഞാൻ പോലീസുകാരുടെ കൈ കെട്ടിയ അവൻ എന്റെ കുഞ്ഞിനെ, എന്റെ ഭഗവതി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാൻ ഞാൻ ഇവിടുന്ന് പോയാ ഒരു കുഴപ്പമില്ല. സാർ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ട കടലാസിൽ എഴുതി കൂടെ തന്നേക്ക്. പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ? അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക. പീറ്ററിനെ കാണാൻ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ്? കുഞ്ഞാലിക്ക് അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കടന്ന് എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടായത്. അവിടെ എനിക്ക് നിങ്ങൾ എങ്ങട്ടാ പോലെ? അല്ല, അല്ല, പീറ്ററാണല്ലോ പഠിച്ചോനെ ചതിച്ചെന്നാ തോന്നുന്നത്. പീറ്റർ, മുങ്ങി മേടിച്ചോ പിന്നെ ഞാൻ തപ്പി എന്നെ സാറേ. കള്ളൻ അതിന്റെ മോൻ അന്നെ തന്നെ കിട്ടണ്ടേ? കുഞ്ഞാര സാറേ, 10 100 ഉറുപ്പ്യന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കുക. കാണുമ്പോ തലയിൽ മുണ്ടിട്ടെടുക്കാം. ഇവിടെ വാ സൂറേ, കൊണ്ട് ഇന്റെ കയ്യിന്റെ നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ, അവിട്ട നക്ഷത്രം. കുഞ്ഞാലി, വന്നേ. കള്ള ഹിമാറെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ? ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ? അല്ല, ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ട പറഞ്ഞേക്ക്. ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്ങാനും ശ്രമിച്ച അന്നയും കൊന്ന ഈ കടയ്ക്കും ദൈവത്തെ ഞാൻ പോകും. മനസ്സിലാണോ? ആ ചുടുകാട്ടിലാണ് ജോലി. കടക്ക് തീയാക്കാൻ ഒന്ന് പോടാ പറ്റി. ആരാ കുഞ്ഞാലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിന്റെ സുലൈമാൻ സേട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടിന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രികയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ
ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് അതെ, കത്ത് വല്ലതും ഉണ്ടോ? കത്തൊന്നുമില്ലല്ലോ. അമ്മേ, കുറച്ച് കഞ്ഞി കുടിക്കമ്മേ. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തല്ലേ? എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഇല്ല. ഇങ്ങനെ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? നിങ്ങൾ കഴിച്ചേ. എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ തിരക്കിന് പോകാനൊരു സ്ഥലമില്ല. നീ എന്തോ ഒരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താണ് നിന്റെ മുഖത്ത്? ഓ, ഒന്നുമില്ല. ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്റെ കരിമ്പാറമത്തിന്റെ വകയാ രാവിലെ അമ്മാവൻ വന്ന് ഇറക്കിയത്. അയാൾ വല്ലാതെ തല്ലിയോടാ. ആ, ചെറുതായിട്ട്. പക്ഷെ നിന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ, അതുപോട്ടെ, എന്തായി അവന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടില് നിന്റെ അമ്മ? എന്താടാ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പൊയ്ക്കോ. അത്രയും മതി അമ്മയ്ക്ക്. നാസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നും കൂടി നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്തു വേണേ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ കാരണം എന്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ലടാ. കയറിക്കിടക്കാൻ ആകെയുള്ള ഒരു കൂരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. പൈസ വന്ന് തന്നിട്ടില്ലേ ഞാൻ തരും. എന്താ, ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം.